നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ പോയി 2 ഡ്രിങ്ക് ഫിക്സ് ചെയ്യാം. ഓക്കേ? എല്ലാം ഞാൻ അവൾക്ക് നൽകിയെന്ന അവളുടെ വിശ്വാസം. നോ, നീ കരുതും പോലെ ഞാൻ മണ്ടനല്ല. I'll have the last laugh. എന്തൊക്കെയായാലും നമുക്ക് സ്വന്തമായിട്ടൊരു മോളുണ്ടാവാൻ പോകുന്നു അല്ലേ ദേവേട്ട? എനിക്ക് ഒരുപാട് സന്തോഷായി. നിന്റെ സന്തോഷം എനിക്ക് വേണ്ടത്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദേവേട്ട, ദേവേട്ടന്റെ ബിസിനസ് ഉയർന്നുയർന്നു വരാൻ. എത്ര വഴിപാടുകളാണ് ഞാൻ കഴിച്ചെന്നറിയോ? അതെ, എന്റെ ജാതകത്തിലുണ്ട്. ഞാൻ കാരണം എന്റെ ഭർത്താവിന് നാൾക്ക് നാൾ ഉയർച്ച ഉണ്ടാവുന്ന. പക്ഷേ ഇപ്പോഴത്തെ എന്റെ ഉയർച്ചയുടെ കാരണം പ്രവീണിന്റെ ജാതകം. അതെന്താ ദേവേട്ട അങ്ങനെ പറഞ്ഞത്? താഴെ വീഴാൻ തുടങ്ങി എന്നെ താങ്ങി നിർത്തിയതും ശക്തി തന്നും ഒക്കെ പ്രവീണല്ലേ. നിനക്ക് അതിനുള്ള കഴിവൊന്നുമില്ലല്ലോ. സാമ്പത്തികം ഇല്ല, അത്രത്തോളം പഠിപ്പുമില്ല. പ്രവീണ നിന്നേക്കാൾ സ്മാർട്ടാ, നല്ല ഗ്ലാമറും. ദേവേട്ടൻ അവളെ ഇങ്ങനെ പുകഴ്ത്തിയ എനിക്കത് സഹിക്കൂല. ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ സത്യമല്ലേ. അപ്പൊ ഒഫീഷ്യൽ മീറ്റിംഗിനാണെന്ന് പറഞ്ഞ ദേവേട്ടൻ പോയത് അവളെയും കൂട്ടിട്ടാണോ? അതിനിപ്പോ എന്താ, പ്രവീണന്റെ പാർട്ട്ണറല്ലേ. എടി, നിനക്ക് വരും പ്രവീണയായിരുന്നു എന്റെ ഭാര്യയെങ്കില് ഇതിന്റെ 10 ഇരട്ടി ഉയരത്തിലെത്തിയാണ് ഞാൻ. ഭാഗ്യക്കേടിന് കൈയും കാലും വെച്ചാല് നിന്റെ രൂപമായി. മടുത്തെനിക്ക് നിന്നെ. എന്റെ ജീവിതത്തില് നീ ഇനി വേണ്ട. ഒന്നുമില്ല, സ്വപ്നം, വേറെ ഒരു ദുസ്വപ്നം. ഒരിക്കലും അങ്ങനൊന്നും ഞാൻ ചിന്തിക്കാൻ പാടില്ല. ദേവേട്ടൻ എന്റെ മാത്രം. ഭഗവതി, നീ എന്താടി വൈകിയത്? കോളേജിൽ പോകാൻ ലേറ്റ് ആവില്ലേ? ഇന്ന് ക്ലാസ് ഇല്ലമ്മേ, ഫാഷൻ ഷോയ്ക്കുള്ള ട്രയൽസാ. ശ്രീകുട്ടി ഇന്ന് സ്മാർട്ട് ആണല്ലോ. എന്തു പറ്റിയമ്മേ, വല്ലാതെ മൂഡ് ഔട്ട് ആണല്ലോ. എനിക്കെന്താ മൂഡ് ഔട്ട് ആയിക്കൂടെ? അതിന് നിങ്ങളുടെയൊക്കെ സമ്മതം വേണോ? ഞാൻ എന്ത് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ ചൂടാവുന്നേ? ഇനി ഞാൻ മിണ്ടുന്നില്ല. ശ്രീകുട്ടി, നീ ഇനി വാ തുറക്കരുത് കേട്ടോ. വാ തുറക്കാണ്ട് എങ്ങനെ കഴിക്കുക? നിങ്ങൾക്കൊക്കെ കളിതമാശ. മനസ്സിൽ തീയായിട്ടാ എന്റെ നടപ്പ്. എന്റെ കല്യാണത്തെ കുറിച്ച് ആലോചിച്ചിട്ടാണോ അമ്മയുടെ മനസ്സിലെത്തി? ഡോണ്ട് വെറി, നല്ലൊരു ജോലി സമ്പാദിച്ചിട്ട് ഞാൻ കല്യാണം കഴിക്കും. മമ്മിയും ഡാഡി അതോർത്ത് പേടിക്കണ്ട. എനിക്ക് പറ്റിയ ആളെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അത് ശരി, കണ്ടുപിടിച്ചോളാന്നാണോ അതോ കണ്ടുപിടിച്ചു എന്നാണോ? മതി മതി, എല്ലാരോടും എന്നെ വട്ടുപിടിപ്പിക്കണ്ട. ചേച്ചി പറഞ്ഞത് സത്യ. ആളെ കണ്ടുപിടിച്ചല്ലോ. ഓഹോ, എന്താണാവോ എക്സ്ട്രാ ഓർഡിനറി കണ്ണി കണ്ടത്? അത് ഞാനിപ്പോ പറയൂല. കാണുന്ന സമയത്തേ പറയുള്ളൂ, പിന്നെ പറയൂല. ഇപ്പൊ എന്താ കാണുന്നേ? അപ്പോ ആണോ അതോ അമ്പിളിമാമനെയാണോ? കളിയാക്കണ്ട. അനുചേച്ചിയുടെ കാര്യം ഗൗരിമുത്തശ്ശി പറഞ്ഞു, അത് അനുചേച്ചി അറിയണ്ട. അമ്മേ, now you must admit that she has some psychological problems. ഹലോ, ഞാനിപ്പോ എത്തിയുള്ളൂ. അതെ, ഫ്ലൈറ്റ് കുറച്ച് ഡിലേ. ദേവേട്ടാ വന്നോ? ഓക്കെ ഓക്കെ, ബട്ട് ഐ നീഡ് സം റെസ്റ്റ്. ഐ ആം ലിറ്റിൽ ടയർഡ്. മീറ്റിംഗ് നമുക്ക് നാളത്തേക്ക് മാറ്റാം. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു മീറ്റിംഗ്?
ഇന്നലെ എത്തുന്നല്ലേ പറഞ്ഞ? എനിക്ക് എന്നിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യാനുണ്ടായിരുന്നു. അല്ല, പിള്ളേരെവിടെ? അവര് മേളിലുണ്ട്. നല്ല ക്ഷീണം ഉണ്ടല്ലേ? വിശക്കുന്നുണ്ടോ? ഞാൻ ഭക്ഷണം എടുക്കാം. വേണം വേണ്ട, ഞാനേ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട്. ആ. വീട്ടിലെത്തിയോ ദേവേട്ടാ? ബുദ്ധൂസ് സുനന്ദയ്ക്ക് സംശയമൊന്നുമില്ലല്ലോ. എല്ലാം ഞാൻ പറഞ്ഞതുപോലെ സ്മാർട്ട് ആയിട്ട് പ്ലാൻ ചെയ്തു. വി വിൽ വിൻ, ഓഫ് കോഴ്സ്. എന്താ ഒന്നും മിണ്ടാത്തത്? ഹലോ ഹലോ ദേവേട്ടാ, ഹലോ ദേവേട്ടാ, ഹലോ. മിടുക്കി. ഓരോ ആണി അടിച്ചതും മഹാദേവന്റെ മർമ്മത്ത് തന്നെയാണ്. വെരി ഗുഡ്. കുറച്ചുകൂടെ വലിയൊരാണി സുനന്ദയുടെ നെഞ്ചിൽ ഞാൻ തറച്ചിട്ടുണ്ട്. ആഹാ, അതെന്താ സംഭവം? വീട്ടിലെത്തിയോന്നറിയാൻ ഞാൻ ദേവനെ ഒന്ന് വിളിച്ചു. ഓ. പക്ഷെ ഫോൺ എടുത്ത സുനന്ദയാ. ആഹാ. മഹാദേവനോടെന്ന മട്ടിൽ ഞാൻ മനഃപൂർവ്വം അങ്ങ് സംസാരിച്ചു. ആഹാ, വെൽ ഡൺ. ഈ ആണി സുനന്ദയുടെ നെഞ്ചത്ത് മാത്രമല്ല, തലയിലും കേറിയിട്ടുണ്ടാവും. ഇത്രയും കാലം സുനന്ദയ്ക്ക് സംശയം മാത്രമേ ഉണ്ടായി കാണൂ. ഇതോടെ സംഗതി കൺഫേംഡ് ആയി. ഇനിയും പിളർന്ന് രണ്ടും രണ്ടു വഴിക്കാകാൻ അധിക സമയമൊന്നും വേണ്ട. ശത്രുവ്യസനം ശ്രവണസുഖം എന്നാണ് ചാണക്യൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശത്രുവിന് ദുഃഖമുണ്ടായെന്ന് കേൾക്കുന്നത് തന്നെ പരമസുഖമാണ്. ആ പരമസുഖം എനിക്ക് കിട്ടണമെങ്കിൽ അവന്റെ ആ വീടും കൂടി എന്റെ കയ്യിലെത്തണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ആര് പറഞ്ഞു എളുപ്പമല്ലാന്നു? എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ജീവിതോ എന്റെ സ്വപ്നങ്ങളാ. ഐ വിൽ ഡിസ്ട്രോയ് ഹിം. ഈ വീറും വാശി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് നിന്റെ വിജയരഹസ്യം. പക്ഷേ ആ ഇളയ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് ചെറിയ പേടിയുണ്ട്. മഹാദേവനോടൊപ്പം ഉറങ്ങിയ രാത്രിയില് ഒരു സംഭവം ഉണ്ടായി. അർദ്ധരാത്രി ആരോ എന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ ഒരു ഫീലിംഗ്. ബാൽക്കണിയിലേക്ക് തുറക്കുന്ന ജനലിന്റെ കേർട്ടൻ ഒരു വശത്തേക്ക് നീങ്ങിയിരിക്കുന്നു. ജനൽ പാളി തുറന്നിരിക്കുന്നു. പെട്ടെന്നവിടെ ഒരു വൃദ്ധ സ്ത്രീ പ്രത്യക്ഷപ്പെട്ട് എന്നെ ദേഷ്യത്തിൽ തുറച്ചു നോക്കി. തൊട്ടുപിന്നിൽ അതേ ഭാവത്തില് മധുശ്രീ ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് ഞാൻ ഉണർന്നു. ഇറ്റ് വാസ് എ ഡ്രീം. നോ, അതൊരു സ്വപ്നമാണെന്ന് കരുതിയോ നീ? അല്ല, നിനക്കുള്ള വാണിംഗ് ആണത്. ആ കുട്ടിയുണ്ടല്ലോ, മധുശ്രീ, അവൾ 6 വയസ്സുള്ള വെറും ഒരു കുട്ടിയല്ല, ഒരു നിധിശേഖരത്തിന്റെ ഉടമയാണ്. നിധിയോ? എനിക്കത് മനസ്സിലാവുന്നില്ല. സ്വപ്നത്തിൽ ഞാൻ കണ്ട സ്ത്രീയുടെ പോർട്രേറ്റ് മഹാദേവന്റെ മൊബൈലിൽ കണ്ടു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു സ്ത്രീയാണത്. എനിക്കത് വേണം. ആ പോർട്രേറ്റ് എനിക്ക് വേണം. കുട്ടിയെയും തള്ളയും തളയ്ക്കാൻ എനിക്കത് ആവശ്യമാണ്. ആ ചിത്രം എന്റെ മുത്തശ്ശന് കാട്ടിക്കൊടുത്താൽ എല്ലാ പ്രശ്നങ്ങളും തീർക്കാനുള്ള മറുപടി എനിക്ക് മുത്തശ്ശൻ തരും. എന്നുവെച്ചാ എനിക്ക് മനസ്സിലായില്ല. സമയമാകുമ്പോൾ നിനക്കെല്ലാം താനേ മനസ്സിലാകും. എന്നെ സഹായിച്ചാൽ നിനക്ക് ഞാനൊരു പാലസ് തന്നെ വാങ്ങിത്തരും. ഫോട്ടോ ഞാൻ അയച്ചുതരാം. ഗുഡ്. പക്ഷെ അതല്ല സഹായം. മധുശ്രീയുടെ കയ്യിൽ വളരെ വിശിഷ്ടമായ ഒരു മൂക്കുത്തിക്കല്ലുണ്ട്. അത് കൈക്കലാക്കാനാണ് എനിക്ക് നിന്റെ സഹായം വേണ്ടത്. ആ കല്ല് അവളുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം നീയും ഞാനും ആപത്തിന്റെ വാഴ്ത്തലയിലാണ്. ഓർത്തോ? ആ കുട്ടിയുടെ കൂടെ ആ ദുരാത്മാവുണ്ട്. അതിനെ നശിപ്പിച്ചേ പറ്റൂ. ആ മൂക്കുത്തിക്കല്ല് എന്റെ മുത്തശ്ശന്റെ കയ്യിൽ എത്തിയാൽ മാത്രമേ എല്ലാം നടക്കൂ. പിന്നെ മരണം പോലും നമ്മുടെ മുന്നിൽ നിന്നും മാറി നിൽക്കും പ്രവീണേ. ലോകം നമ്മുടെ കാൽക്കീഴിൽ വരും. ഹലോ, ഞാൻ തമ്പിയാ, രാജശേഖരൻ തമ്പി. ആ മനസ്സിലായി സാർ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നല്ലോ. പിന്നെ ഒരു കാര്യം പറയാനാ. വേണോ വേണ്ടായോ എന്നൊക്കെ കുറെ നേരം ആലോചിച്ചിട്ടാണ് ഞാൻ സുനന്ദയെ വിളിച്ചത്. ദേവനും ഞാനും ബിസിനസ് ബന്ധമാണെങ്കിലും എൻ്റെ അനുജനായിട്ടേ ഞാൻ അവനെ കണ്ടിട്ടുള്ളൂ.
കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ മനസ്സ് വല്ലാതൊന്ന് പിടഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സർ. അറിഞ്ഞോ അറിയാതെയോ ഈ കാര്യത്തിൽ ചെറിയൊരു പങ്ക് എനിക്കും വന്നുപോയതുകൊണ്ട് ഐ ഫീൽ റിയലി സോറി. സുനന്ദയോടത് പറയാതിരുന്നാൽ വലിയ തെറ്റായി പോവും. കാരണം ദേവനെ സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടി പ്രവീണെ പരിചയപ്പെടുത്തി കൊടുത്തത് ഞാനാണ്. പക്ഷേ ഇങ്ങനൊരു ലെവലിൽ എത്തിപ്പെടുമെന്ന് സ്വപ്നേബി വിചാരിച്ചതല്ല. സാറേ, കാര്യം ഒന്ന് തെളിച്ചു പറയാമോ? ആ സൗഹൃദം വഴിവിട്ട ഒരു ബന്ധത്തിലേക്കായിപ്പോയി.